ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ സൺഡേയിലും ഇറക്കുന്ന നമ്മളുടെ സൺഡേ സെറ്റപ്പാണിത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, കഴിഞ്ഞ വീക്കിലെ ചർച്ചാ വിഷയമായിട്ടുള്ള മാർക്കറ്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ചെറിയ സീരീസാണ്. സോ ലെറ്റ്സ് ഗോ. We are living in a dangerous and unprecedented moment in American history. This is not a time for wallowing in despair and hiding under the covers. Donald Trump's heavily trailed vote. The leader of China, Xi Jinping. While Vladimir Putin says he The French President Emmanuel Macron. India's Prime Minister Narendra Modi. The Israeli Prime Minister Benjamin Netanyahu. President Erdogan has accused the opposition. the de facto leader of Syria. Giorgia Meloni, who's set to become Italy's now Canada, will never ever be part of America. We're fighting for our kids, for future generations. We're fighting for the future of this planet. സോ കഴിഞ്ഞ വീക്കിൽ നമ്മളുടെ ഡിസിഷൻ ഉണ്ടായിരുന്നു ഫെഡിൻ്റെ. സോ കഴിഞ്ഞ 8 വർഷമായിട്ട് അത് നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ മീം പേജുകളിലും കാര്യങ്ങളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ചെയർമാനായിരുന്നു ജെറോം പോൾ. പുള്ളിയുടെ ലാസ്റ്റ് വീക്കായിരുന്നു. പുള്ളി മാറുകയാണ്. വളരെ പ്രഷറും കാര്യങ്ങളും ഒക്കെ പൊളിറ്റിക്കലി ഉണ്ടായ ഒരു വിഷയമാണ്. പുള്ളിയെ മാറ്റണം എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ വളരെ പ്രഷറുണ്ട് പുള്ളിയുടെ മാറ്റത്തിൽ. സോ ട്രംപിൻ്റെ ആളാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോ അവർക്ക് കൈകടത്താൻ പറ്റാത്തൊരു മേഖലയായിരുന്നു ഫെഡ്. സോ ഇനിയും പൊളിറ്റിക്കലി കൈകടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കണ്ടറിയാം. സോ പുള്ളിയുടെ ലാസ്റ്റ് വീക്കായിരുന്നു ഈ ഒരു വീക്ക്. നമുക്ക് മീം പേജുകളിലൊക്കെ അതിൻ്റെ കോമഡി ആയിട്ടുള്ള മീമുകൾ കാണാൻ പുള്ളി പോകുന്നതിൻ്റെ. പുള്ളിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ വളരെ ഫേമസ് ആണ്. സോ പുള്ളിയുടെ ലാസ്റ്റ് വീക്കായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ റേറ്റ്സ് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. 3.5 to 3.75 ഇപ്പോഴും നിർത്തിയേക്കുന്നത്. വളരെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വീക്കിൽ ഇതൊരു 12 പേര് ചേർന്ന് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കട്ട് വരണോ അതുപോലെ റേസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. സോ അതിനകത്തൊരു 4 പേരുടെ ഡിസിഷൻ വേറെ രീതിയിൽ അവർ പറയുന്നത് നമുക്ക് ഇതിൽ കൂടെ കാണാം. ഈ ഒരു ഡിസിഷനിൽ 12 പേരുടെ ഇതിനകത്ത് 4 പേര് ഇതിനകത്ത് വ്യത്യാസമായിട്ടുള്ളൊരു ഡിസിഷനാണ്. 3 പേര് മുന്നോട്ട് ഇത് റേറ്റ്സ് കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, റേറ്റ്സ് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് 3 പേര് കൊണ്ടുപോകുന്നതാണ് 3 പേരുടെ വോട്ട്. ഒരാൾ പറയുന്നത് റേറ്റ്സ് കട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. സോ അതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ഡിസിഷനകത്ത് ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി നല്ല രീതിയിൽ കാണാം. ഈ FOMC എന്ന് പറയുന്നത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി എന്നാണ്. ഇതൊരു 12 പേരുടെ കമ്മിറ്റിയാണ്. ഇവരാണ് റേറ്റ്സ് ഡിസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു 12 പേരിൽ 4 പേര് വേറൊരു ഡിസിഷനാണ് എടുത്തത്. സാധാരണ എല്ലാവരും ഒരേ രീതിയിലൊരു ഡിസിഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരാൾ റേറ്റ്സ് കട്ട് ചെയ്യണമെന്നുള്ളൊരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 പേര് ഇത് സ്റ്റേ ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അപ്പം ബാക്കി എല്ലാവരും ബാക്കി 12 പേരിൽ ബാക്കി എല്ലാവരും ഈ 4 പേരൊഴികെയുള്ള ബാക്കി പേര് എല്ലാവരും ഈ ഒരു സ്റ്റേബിളായിട്ട് ഒരു ഡിസിഷനും എടുക്കേണ്ട, ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ അവസാനം പുള്ളി സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ മിഡിൽ ഈസ്റ്റിലെ വാറ് നമ്മളുടെ എക്കോണമിയിൽ വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത്. ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡിലുള്ളവർക്ക് തന്നെ അറിയില്ല നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. സോ ജെറോം പോൾ ലീവ് ചെയ്യുകയാണ്. പുള്ളി ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറുകയാണ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് കെവിൻ വാഷ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. ആ വ്യക്തി ട്രംപിൻ്റെ മെയിൻ ആളാണ്. ട്രംപ് പുഷ് ചെയ്ത് കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ്. സോ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്കറിയാം ഫെഡാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് US ഡോളറിന് കൊണ്ടുവരുന്നത്. ഡോളറിൻ്റെ സ്ട്രെങ്തും ഡോളറിൻ്റെ വീക്ക്നെസ്സും എല്ലാം ഇവരുടെ ഈ ഒരു ടോക്കിലൂടെയാണ് വരുന്നത്. ഈ ഫെഡിൻ്റെ മീറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിലും അതേപോലെ തന്നെ മീറ്റിങ്ങിലുമാണ് ഇവർ നമ്മളുടെ ഡോളറിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം.
സോ ഇപ്പം ഇരിക്കുന്ന ചെയർമാൻ ഈ ഒരു റേറ്റ് കട്ട് ഡിസിഷന് എതിർത്ത് നിന്നൊരു വ്യക്തിയാണ്. ഈ ഒരു സ്റ്റേ ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിരുന്നു പുള്ളിയുടെ ഡിസിഷൻ. പക്ഷേ ട്രംപിൻ്റെ സൈഡിൽ നിന്ന് ഇത് റേറ്റ് കട്ടിന് വേണ്ടിയിട്ടാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാഷ് വന്നു കഴിയുമ്പം ഈ റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ നമുക്കതിനകത്തുനിന്ന് കാണാൻ പറ്റും, ഇപ്പം ആ ഒരു പുഷിന് വേണ്ടിയിട്ട് തന്നെ എതിർത്ത് ഈ മീറ്റിങ്ങിലുള്ള 3 പേര് എതിർത്ത് സംസാരിച്ചല്ലോ, കട്ടിന് സമ്മതിക്കില്ല, സ്ട്രോങ് ആയിട്ട് തന്നെ. അപ്പം ഇവർക്കുള്ളൊരു മെസ്സേജ് ആവാം ഈ ഒരു ഇപ്പോൾ ഉണ്ടായ ഡിസിഷനകത്ത് ഈ ഒരു 4 പേരിൽ 3 പേര് മാറി നിന്നത്. നിങ്ങൾ അങ്ങനൊരു തോന്നലുമായിട്ട് വരണ്ട. നിങ്ങളുടെ ഈ ഒരു ഡയറക്റ്റ് പുഷൊന്നും ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് വന്ന് നേരെ നിങ്ങളുടെ ചോയ്സിൽ വന്ന് ട്രംപിൻ്റെ ചോയ്സിൽ വന്ന് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു വാർണിംഗ് സൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഈ 3 പേരുടെ റേറ്റ്സ് ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ എന്നുള്ളത്. സോ അങ്ങനെയും ന്യൂസിനകത്തൊക്കെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞത് US GDP റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരി തൊട്ട്, ക്വാർട്ടർലി ഉള്ള കഴിഞ്ഞ ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് വരെയുള്ള നമ്മളുടെ GDP റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് US എക്കോണമിയിൽ നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ എക്കോണമി കഴിഞ്ഞ ജനുവരി ടു മാർച്ചിൽ 2% ഗ്രോത്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ടായേക്കുന്നത്. കഴിഞ്ഞതിനെ വെച്ച് നോക്കുമ്പം വളരെ ശക്തമായിട്ട് തന്നെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, PCE ഉണ്ടായിരുന്നു. ഓക്കെ, PCE എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രൈസിൻ്റെ സാധനങ്ങൾക്ക് പ്രൈസ് കൂടുന്ന എത്ര വേഗത്തിലാണെന്നുള്ളത്, ഇൻഫ്ലേഷൻ നമുക്ക് നല്ല രീതിയിൽ അതിൽ കാണാൻ പറ്റും. സോ എങ്ങനെയാണ് അവിടുത്തെ സാധനങ്ങളുടെയൊക്കെ പ്രൈസ് കൂടുന്നത്, എത്ര വേഗത്തിലാണ് കൂടുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് PCE. ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 4.5% ഇൻക്രീസാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഫെഡിൻ്റെ താല്പര്യത്തിൽ ഇത് ഒരു 2%ലാണ് നിർത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് ഡബിളായിട്ടാണ് വന്നേക്കുന്നത്, 4.5%. അപ്പം സാധനങ്ങൾക്കെല്ലാം അതേപോലെ തന്നെ വിലയും കൂടുകയാണ്. അപ്പം ഇതും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഈ 2 സാഹചര്യങ്ങൾ എങ്ങനെ കമ്പൈനായിട്ട് പ്രശ്നങ്ങൾ ചെലുത്തുമെന്നുള്ളത്. സോ ഒരു സൈഡിൽ ഗ്രോത്തും ഉണ്ട്, ഒരു സൈഡിൽ റേറ്റ്സ് കട്ട് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ ഈ ഒരു പ്രശ്നത്തിനെ പറയുന്നതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. 2 ഇഷ്യൂസ് ഒരേപോലെ വരും. ഇൻഫ്ലേഷൻ ഓൾറെഡി ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം രണ്ടും തമ്മിൽ ഒരു സോൾവിങ്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഫെഡ്. സോ ആ ഒരു ഇഷ്യൂവിനെ പറയുന്നതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ആ ഒരു പ്രശ്നത്തിലാണ് ഇപ്പം അവിടുത്തെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. JP മോർഗൻ നമുക്കറിയാം, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കമ്പനിയായിട്ടുള്ള JP മോർഗൻ കഴിഞ്ഞ ഒരു CNBC ന്യൂസിലാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത് 40 to 50% ഓഫ് ചാൻസ് നെക്സ്റ്റ് 12 മന്തിൽ അമേരിക്കൻ മാർക്കറ്റ് റിസഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അമേരിക്കന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് വേൾഡ് വൈഡ് എല്ലാ രാജ്യങ്ങളും റിസഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 40 to 50% ആണ് ആ ഒരു ചാൻസ് പറയുന്നത്. അതേപോലെ തന്നെ UK ഡിസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3.75% തന്നെ നിർത്തിയേക്കാണ്, അതിന് മേലോട്ട് കൊണ്ടുപോയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. അവിടെയും 8 പേര് കമ്മിറ്റിയിൽ ഈ റേറ്റ്സ് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ്. ഒരാൾ റേറ്റ്സ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബോറോയിങ് മോർ എക്സ്പെൻസീവ് ആക്കണം എന്നാണ് പുള്ളിയുടെ സജഷൻ. UKയിലെ ഇൻഫ്ലേഷൻ 3.3% ആണ് കൂടുന്നത്. സോ പുള്ളി പറയുന്നത് നമുക്കിതിനകത്ത് അഗ്രസീവായിട്ട് തന്നെ മുന്നോട്ട് റേറ്റ്സ് കൂട്ടണം. കാരണം ഈ ഓയിൽ പ്രൈസ് വളരെ രീതിയിൽ നമ്മുടെ എക്കോണമിയിൽ ബൂസ്റ്റ് പ്രൈസിനെല്ലാം വളരെ എക്സ്പെൻസീവ് ആക്കുന്നു. സോ അഗ്രസീവായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് UK ഡിസിഷനിൽ ഈ 8 പേരിൽ ഒരാൾ 8 പേര് കീപ്പ് ഈ റേറ്റ്സിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളുടെ അമേരിക്കനിൽ പറഞ്ഞതുപോലെ തന്നെ 3 പേര് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 3 പേരല്ല 12 പേരിൽ 3 പേര് പറഞ്ഞത് ഇത് മുന്നോട്ട് പോകുമ്പോൾ കൂട്ടണമെന്നാണ്, ഒരാൾ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ
ഒരാൾ കൂട്ടണമെന്ന് പറയുന്നു, ബാക്കി എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വാറ് കാരണം ഈ ഒരു മുന്നോട്ടുള്ള ജേണിയിൽ 2026 നമ്മൾ അവരുടെ ബിസിനസ് സെക്ടേഴ്സൊക്കെ സ്പെൻഡിങ് ലെസ്സാക്കാനാണ് സാധ്യത കൂടുതൽ. അതേപോലെ തന്നെ വാറിൻ്റെ ഇത് കാരണം എല്ലാത്തിനും ഹൈ പ്രൈസിങ് ആവാനാണ് സാധ്യത കൂടുതൽ എന്നൊരു റിപ്പോർട്ട് അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിസിഷൻ പുറത്തു വന്ന സമയത്ത് തന്നെ ഇത് മുന്നോട്ട് ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്ത് പൗണ്ട് വളരെ സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച. സോ നിങ്ങൾക്കത് ചാർട്ടിൽ കാണാൻ പറ്റും. ഈ ഒരു സ്ട്രെങ്ത് ആകുമ്പം പൗണ്ട് സ്ട്രെങ്ത് ആകുമ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരും. അപ്പം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും, റിട്ടേൺസ് കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ പൗണ്ട് വളരെ സ്ട്രെങ്ത് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ്റെ റിസൾട്ടായിട്ടാണ് അതുണ്ടായത്. യൂറോപ്പ് സെൻട്രൽ ബാങ്കിൻ്റെ ഡിസിഷനും കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരും ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഓഷ്യൻ ഓഫ് അൺസർട്ടനിറ്റി എന്നാണ് പറയുണ്ടായ അവരുടെ ഡിസിഷനകത്ത്. വാറ് അവരുടെ ഗ്രോത്തിനെ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഒരു ത്രെട്ടായിട്ടാണ് വാറ് മുന്നോട്ട് വന്നത്. ഈ യൂറോപ്പ് ഓയിൽ ആൻഡ് ഗ്യാസിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഈ വാർ അവരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഗ്രോത്തിന് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഡിസിഷനും. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സോ ഫ്രൈഡേ ഈ ഒരു പീസ് ഡീൽ, ഇറാനും അമേരിക്കയും തമ്മിലൊരു പീസ് ഡീലിൻ്റെ പ്രപ്പോസൽ ഇറാൻ വെച്ചപ്പോൾ തന്നെ ഈ യൂറോ സ്ട്രെങ്തൻ ആയിരുന്നു. സോ അവർക്കതൊരു റിലീഫാണ്. ഈ ഒരു പ്രപ്പോസലും ഈ ഒരു വാറിൻ്റെ റിലീഫ് വന്നാൽ തന്നെ നല്ല സ്ട്രെങ്തൻ ആവും യൂറോ മാർക്കറ്റ്. സോ അതാണ് യൂറോപ്യൻ ബാങ്കിൽ നിന്ന് വന്ന ഒരു ഡിസിഷൻ ഈ ഒരു വീക്കിൽ. സോ ഈ ഒരു ഡിസിഷൻ്റെ എല്ലാ ഇടയിൽ ഓയിൽ മാർക്കറ്റ് $126.41 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തത്. 4 വർഷത്തെ ഹൈ ആണത്. സോ വളരെ വലിയ ജമ്പുണ്ടായി. എന്നിട്ട് എൻഡ് ഓഫ് ദ വീക്കിൽ $114 ഓർ സംതിങ്ങിൽ വന്ന് എൻഡ് ഓഫ് ദ വീക്കിൽ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വെള്ളിയാഴ്ച ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ്റെ പീസ് ഡീൽ വന്നിട്ടുണ്ടായിരുന്നു. 3% ആണ് ഓയിൽ മാർക്കറ്റ് അപ്പം ഡ്രോപ്പ് ചെയ്തത്. പോസിബിലിറ്റി ഓഫ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആക്കുന്ന പോസിബിലിറ്റി ഓയിൽ ഫ്ലോ വീണ്ടും ബാക്ക് ടു നോർമൽ ആക്കുക എന്നുള്ള ആ ഒരു ബിലീവാണ് ഈ ഒരു ഡ്രോപ്പ് സാധ്യത വരുന്നത്. ട്രംപ് ആസ് യൂഷ്വൽ ആ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും ഓയിൽ $101.94, പിന്നീട് ഒരു $100 അതിങ്ങനെ സെറ്റിലായി നിൽപ്പുണ്ട്. ഇപ്പം നോക്കി കാണേണ്ടത് സ്റ്റിൽ എബവ് $70 ഈ വാർ തുടങ്ങുന്നതിന് മുന്നേ ഓയിലിൻ്റെ പ്രൈസ് $70 ആയിരുന്നു. സോ ഇത്രയും വലിയ ഹൈയിലാണ് ഇപ്പോഴും പ്രൈസ് നിൽക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം പെയ്യെ സ്ലോ ആയിട്ടേ നമ്മളുടെയൊക്കെ അടുക്കിലേക്ക് എത്തുള്ളൂ. ഇപ്പോഴും വലിയ ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇവിടൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പുറത്താണുള്ളത് ഒമാനിൽ. സോ ഇവിടെയൊക്കെ നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ തന്നെ വളരെ വലിയ രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ആൾക്കാർക്ക് ഫീൽ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇനി അത് വളരെ ബാഡ് കണ്ടീഷനിലേക്ക് പോകാനാണ് സാധ്യത. സോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ എൻഡിന് മുന്നേ ഈ ഒരു കോൺഫ്ലിക്റ്റ് എൻഡായില്ല എന്നുണ്ടെങ്കിൽ, പഴയ ഫ്ലോയിലേക്ക് മാർക്കറ്റ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 230ഓളം ടാങ്കേഴ്സാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പാസേജിലൂടെ ഷിപ്പ് കടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നടന്നാൽ തന്നെ മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഷിപ്പുകൾ ഫില്ലായി വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് വീണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വളരെ ബാഡായിട്ടുള്ള കണ്ടീഷനിലേക്ക് മാർക്കറ്റ് നീങ്ങും. പറഞ്ഞല്ലോ, റിസഷൻ അത് നമ്മൾ കാത്തിരിക്കുന്നൊരു സാധനമാണ്. അത് വരാൻ സാധ്യത കൂടുതലാണ്. സോ $150 വരെയാണ് ഓയിൽ പ്രൈസിങ് വരാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ. $150 എന്നൊക്കെ പറയുമ്പം ചിന്തിക്കാൻ പറ്റൂല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും വളരെ ബാഡായിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഇപ്പം മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ളത്. സോ ഇനിയാണേലും ഇത് ഓപ്പൺ ആക്കിയാൽ തന്നെ ഓൾറെഡി നമ്മൾ ലേറ്റാണ്. സോ അതിനെ എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കോമഡി പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന 2026 അത് അമേരിക്കയെ വെച്ചാണ് നടക്കുന്നത്. സോ ഒരു ജേർണലിസ്റ്റ്, ഇതിൻ്റെ മീറ്റിംഗ് കാനഡയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ചോദിച്ചത് ഇറാന് പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇറാൻ ലിസ്റ്റിലുണ്ട്.
അപ്പം അവർ പറഞ്ഞത് ഇറാന് പങ്കെടുക്കാം അമേരിക്കയിൽ ഈ വാറിൻ്റെ സമയത്തും അവർ ഇറാന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സോ അമേരിക്കൻ മിലിറ്ററി ഇവിടെ ബ്ലോക്കേഡ് നടത്തുന്നു. ഇറാനിലെ പ്ലെയേഴ്സ് അമേരിക്കയിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നു. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പരിപാടിയൊന്നും ഇതിനകത്ത് കാണാനില്ല. സോ ഇതൊക്കെയാണിപ്പോൾ നടക്കുന്നത്. ഈ ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോമഡി. ഇതാണ് സംഭവം. നിങ്ങൾ നോക്കുക, സില്ലി കാര്യങ്ങൾക്ക് നടക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലിയ ഇമ്പാക്റ്റുകൾ നമ്മളിലേക്ക് ഉണ്ടാക്കുകയാണ്. സോ നമ്മൾ ഈ വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ കാണുമെങ്കിലും ഈ സില്ലി പരിപാടികൾക്കാണ് ഇവിടെ ഓരോ വലിയ കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുന്നത്. സോ സില്ലിയാന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇതിൻ്റെ ടാക്ടിക്സ് അവർ തിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന അവരുടെ മൂവ്മെൻറ്റും വേറെ ഡയറക്ഷനിലേക്കാണ്. ഇപ്പം അമേരിക്കൻ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ നോക്കുള്ളൂ. ഇസ്രായേൽ അവരുടേതായ ഭാവിയിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഇറാൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. സോ നമ്മൾ ഇതെല്ലാം തുടങ്ങാൻ വേണ്ടി ചെറിയ പരിപാടികളായിരിക്കും ഇവർ പൊക്കി കൊണ്ടുവരുന്നതും. ചെറിയ കാരണങ്ങളായിരിക്കും പ്രശ്നങ്ങൾക്കൊരു വലിയ കാര്യമായിട്ട് ഇവർ കാണുന്നു. സോ ഇതാണ് നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിൽ ഒരു കോമഡി ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്കുണ്ടായത്. സോ നെക്സ്റ്റ് വീക്കിൽ ഇറാൻ്റെ പീസ് ഡീല് വന്നിട്ടുള്ള പ്രപ്പോസലിനെ എങ്ങനെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്? അമേരിക്ക റിജക്റ്റ് ചെയ്തു. പക്ഷേ എന്താണ് ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കണ്ടത്, വാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു ഇത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെന്താവും എന്നുള്ളത് നെക്സ്റ്റ് വീക്കിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ലാസ്റ്റ് വീക്ക് ഇസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു എനിക്ക് ട്രേഡ് ചെയ്യാൻ. കഴിഞ്ഞ 2 വീക്കിനെ വെച്ച് നോക്കുമ്പം അതിൻ്റെ മുന്നത്തെ വീക്ക് എനിക്കൊരു 1% ഡൗണും കഴിഞ്ഞ വീക്ക് എനിക്ക് ബ്രേക്ക് ഈവനും. ഈ വീക്കിൽ എനിക്ക് ഏകദേശം ഒരു 7% 6% ഗെയിനാണ് ഉണ്ടായത്. സോ അതാണ് വെയിറ്റിംഗ് ആണ് നമ്മളുടെ മെയിൻ പരിപാടി ആസ് എ ട്രേഡർ. സോ എനിക്ക് കഴിഞ്ഞ വീക്ക് കിടിലനായിരുന്നു. ഈ വീക്കിനെയും കിട്ടിയതും കൂടെ പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് വീക്കിനെ നമ്മളിങ്ങനെ നോക്കിക്കാണുക, ഹൈ ഇമ്പാക്റ്റ് ന്യൂസുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വീക്കിൽ. അതേപോലെ തന്നെ ജോബ് റിപ്പോർട്ടുണ്ട് ഫ്രൈഡേയിൽ. NFP നമ്മളുടെ ഹൈ ഇമ്പാക്റ്റ് സാധനമാണ്. മാക്സിമം മാറിക്കഴിഞ്ഞാൽ ഞാനൊരു ബുധനാഴ്ച ആകുമ്പോഴേ സാധാരണ NFP ഡേ ഉള്ള സമയങ്ങളിൽ മാറിയിരിക്കും. കൺസോൾട്ടേറ്റഡ് ആവും ആസ് യൂഷ്വൽ. സോ ഞാൻ ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴേ മാറി നിൽക്കാറാണ് പതിവ്. സോ ജോബ് ഹൈ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും റേറ്റ്സ് കട്ട് ചെയ്യില്ല ഫെഡ്. ഡോളർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. നല്ല ജോബാണ് മാർക്കറ്റിൽ, ജോബ് മാർക്കറ്റിൽ ഹൈ ജോബ് മാർക്കറ്റാണ് ഉണ്ടായേക്കുന്നത് ഉണ്ടെങ്കിൽ. ഏപ്രിലിൽ 66,000 ജോബ് ആഡ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് വളരെ കുറവാണ്. അതിന് മുന്നത്തേത് വെച്ച് നോക്കുമ്പോൾ 1,78,000 ആയിരുന്നു അതിന് മുന്നത്തെ ഉണ്ടായിരുന്നത്. സോ ഫെബ്രുവരി എൻഡിലോടാണ് വാർ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് ഏപ്രിലിൽ കമ്പനീസ് ഹയറിങ് കുറച്ചിട്ടുണ്ടാവും. സാധ്യത അതാണ്. നെർവസ് ഇപ്പം ഫിയർ കാരണം ഈ വാറിൻ്റെ. സോ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം 66,000 താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ ഫിയറിലാണ്. റിസഷൻ ഫിയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഡോളർ ഡ്രോപ്പ് ചെയ്യും, ഗോൾഡൊക്കെ മേലേക്ക് പറക്കും. സോ ഗോൾഡ് മേലേക്ക് പറക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊരു പിടിയില്ല. പക്ഷേ ഇതാണ് സ്റ്റാൻഡേർഡായിട്ട് നടക്കാറ്. ഓക്കെ, ഹയറായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡോളറിന് സ്ട്രെങ്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നീട് കെവിൻ വാഷ്, നമ്മളുടെ പുതിയ ഫെഡ് ട്രംപ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആളുടെ എന്തെങ്കിലും ന്യൂസ് ഇനി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഏതൊരു ടൈപ്പ് വ്യക്തിയാണെന്നുള്ളത്. ഈ ഒരു 12 പേരുടെ ഇതിനകത്താണ് ഡിസിഷൻ എടുക്കുകയെങ്കിൽ പ്രഷറുകൾ ഉണ്ടാവും. സോ പുള്ളി റേറ്റ്സ് കട്ട് ചെയ്യാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ ഡോളർ വീക്കാവും. സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പോകും. സോ അതാണ് നെക്സ്റ്റ് വീക്കിൽ ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. സോ നമ്മൾ എല്ലാ വീക്കിലും ഒരു പിപ്പ് ടോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ട്. സോ ഈ വട്ടം നമുക്ക് പറയാനുള്ളത് സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്നുള്ളത്. ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കൺഫ്യൂസ്ഡായി, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാനതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്നവർക്ക് അത് കിട്ടും, അല്ലാത്തവർക്ക് എനിക്കറിയില്ല. ഞാനത് പ്രോപ്പറായിട്ടാണ് പറഞ്ഞത്, പക്ഷേ
എന്തോ എനിക്കത് അങ്ങോട്ട് വ്യക്തമാക്കി തരാൻ പറ്റിയില്ല എന്ന് തോന്നി. സോ എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ളതാണ്. രണ്ട് പ്രോബ്ലം ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു വ്യക്തിക്ക് 2 അസുഖങ്ങളുണ്ട്, എ ആൻഡ് ബി. ഈ അസുഖം എയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അസുഖം ബിയിൽ അത് ഹേർട്ടാവുന്നു എന്ന് പറഞ്ഞാൽ അസുഖം എയുടെ ട്രീറ്റ്മെൻറ്റ് അസുഖം ബിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നൊരു പ്രോബ്ലമാണ്. അതുപോലെ അസുഖം ബിക്ക് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അസുഖം എ വീണ്ടും പ്രോബ്ലം ആവും, എയ്ക്ക് വീണ്ടും അതൊരു ഹേർട്ടാവും എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രോബ്ലം ആവും. സോ ഈ രണ്ടിനും സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, രണ്ടിനും കൂടെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല. അതാണ് ഇപ്പം ഫെഡ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോബ്ലം നമ്പർ 1, ഇൻഫ്ലേഷൻ. ഇപ്പം പെട്രോൾ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ എക്സ്പെൻസീവ് ആകുന്ന സിറ്റുവേഷൻ വരും. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് റേറ്റ്സ് ഹൈ ആക്കുക എന്നുള്ളതാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക. അപ്പം എന്താണ്, ബോറോയിങ് എക്സ്പെൻസീവ് ആവും, പീപ്പിൾ സ്പെൻഡ് ലെസ് മണി. അപ്പോൾ എന്ത് പറ്റും, ഇൻഫ്ലേഷൻ കുറയും. അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. പ്രോബ്ലം നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് വീക്കാണ്, അതുപോലെ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ബിസിനസ് വീക്കായിട്ട് റൺ ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബോറോയിങ് ചീപ്പാക്കുക, ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ എന്ത് പറ്റും, എക്കോണമി ബാക്ക് ടു ഗ്രോത്തിലേക്ക് വരും, നോർമലാവും. അതാണ് സ്റ്റാഗ്നേഷൻ്റെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയിൽ ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ടു ഹൈ ആണ്, 4.5% ആണ് ഇൻഫ്ലേഷൻ അമേരിക്കൻ എക്കോണമിയിലുള്ളത്. അതിന് ചെയ്യാൻ പറ്റുന്നത് റേറ്റ്സ് ഹൈ ആക്കി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ റിസഷൻ ഫിയർ വരുന്നുണ്ട്. എക്കോണമി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് റിസഷൻ്റെ പ്രോബ്ലം വരുന്നത് കൊണ്ട് തന്നെ. ഇപ്പം ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ്സ് ഹൈ ആക്കിയാൽ റിസഷൻ സംഭവിക്കും. റിസഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇൻഫ്ലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരും. സോ ഈ രണ്ട് സിറ്റുവേഷനും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിനും സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു ഇൻഡിസിഷൻ, അൺസർട്ടനിറ്റി മാർക്കറ്റിൽ. അത് തന്നെയാണ് നമ്മളുടെ ഫെഡിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളും. ഇവരുടെ തമ്മിലുള്ള റേറ്റ്സ് കട്ട് ചെയ്യണോ, റേറ്റ്സ് ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ റേറ്റ്സ് വീണ്ടും കൂട്ടണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകളെല്ലാം ഇവിടുത്തെ മീറ്റിങ്ങുകളിൽ സംസാരങ്ങൾ ഉണ്ടാവുന്നതും രാജ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന റേറ്റ്സ് ഡിസിഷൻ്റെ ഇടയിലുണ്ടാകുന്ന പ്രോബ്ലങ്ങളും എല്ലാം ഈ ഒരു സംഭവം ബേസ്ഡാണ്. അമേരിക്കയിൽ സ്റ്റാഗ്ഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 1970കളിലാണ്, അതും ഓയിൽ പ്രൈസിൻ്റെ ബേസ്ഡാണ് ഈ ഒരു ക്രൈസിസ് ഉണ്ടായത്. വളരെ ബുദ്ധിമുട്ടി കാലങ്ങൾക്ക് ശേഷമാണ് ബാക്ക് ടു നോർമലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അതും ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസഷൻ ഹിറ്റ് ചെയ്യിപ്പിച്ച് ബാക്ക് ടു നോർമലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. എനിക്കറിയില്ല അതിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ചും അത് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനൊന്നും അറിയില്ല. പക്ഷേ നമ്മളുടെ അനാലിസിസുകളിലും ചർച്ചകളിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പിപ്പ് ടോക്ക്. ഇത് ആദ്യം നമ്മൾ സംസാരിച്ചു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ കുറിച്ച്, അമേരിക്കയുടെ സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാനതൊന്നുകൂടെ വ്യക്തമാക്കി പറയാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ പിപ്പ് ടോക്ക്. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇറാൻ്റെ പ്രപ്പോസൽ, അതിൻ്റെ എന്താണ് ഡിസിഷൻ അമേരിക്ക വരാൻ പോകുന്നത്, അതേപോലെ തന്നെ NFP ഉണ്ട്, അത് നമ്മൾ നോക്കി കാണണം പ്രോപ്പറായിട്ട്. NFP ഞാൻ ബുധനാഴ്ചകളിലെ മാറി നിൽക്കും, പിന്നീട് അതിൻ്റെ പുറകിന് പോയില്ല. അതെങ്ങനെ നോക്കണമെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ അറിയാം. അതേപോലെ തന്നെ ഫെഡിൻ്റെ പുതിയ നീക്കം, കെവിൻ വാഷ് വരുന്നതിനെക്കുറിച്ചുള്ള റിസൾട്ട് എങ്ങനെയാണ് മാർക്കറ്റ് അതിന് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതും നോക്കാം. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു വീക്കിലെ സൺഡേ സെറ്റപ്പ്. അടുത്ത വീക്കിൽ കാണാം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.